ദയാദുർഗ. രചന നിമ സുരേഷ്. അവതരണം അപര. തന്തയും തള്ളയില്ലാത്ത കുട്ടിയല്ലേ സാവിത്രി? വിട്ടേക്ക്, നീ ചെല്ല്, ഞാൻ അവളെ ഒന്ന് കാണട്ടെ. സാവിത്രിയെ കടന്ന് ക്രൂരമായി ചിരിച്ചുകൊണ്ടയാൾ ദയയുടെ മുറി ലക്ഷ്യമാക്കി നടന്നു. ദയ മുറിയിലെ ജനലിനോരം ചേർന്ന് വിജനതയിലേക്ക് കണ്ണും നട്ടു നിൽക്കുകയായിരുന്നു. ചുമലിൽ ഒരു കരസ്പർശം പതിഞ്ഞതറിഞ്ഞവൾ ഉടനടി പിന്തിരിഞ്ഞു. മുന്നിൽ രവീന്ദ്രൻ. ദയയുടെ കണ്ണുകൾ ഭയത്തോടെ മിഴിഞ്ഞു. പിന്നീടവ ഒരാശ്രയത്തിനായി വാതിൽക്കലേക്ക് നീണ്ടു. ആരുമില്ല. കൈകൾ രണ്ടും ധാവണിപ്പാവാടയിൽ ചുരുട്ടിപ്പിടിച്ചവൾ വർദ്ധിച്ച ഹൃദയമിടിപ്പോടെ രവീന്ദ്രനെ നോക്കി. അയാൾ കീഴ്ചുണ്ട് കടിച്ച് ഒരാഭാസനെ പോലെ കണ്ണുകളാൽ ദയയെ അടിമുടിയൊഴിഞ്ഞു. ഒരു പെണ്ണിനോടുള്ള അയാളുടെ ആർത്തി ആ ചുവപ്പ് പടർന്ന കഴുകൻ കണ്ണുകളിൽ അലയടിക്കുന്നുണ്ടായിരുന്നു. അയാൾ ദയയെ തൻ്റെ ശരീരത്തിലേക്ക് വലിച്ചു ചേർത്ത ശേഷം ചുണ്ടുകളാൽ അവളുടെ ചുമലിൽ പൊടിഞ്ഞ വിയർപ്പിനെ ഒപ്പിയെടുത്തു. ദയ പിടഞ്ഞു. കൈകൾ കൊണ്ട് അയാളെ പ്രതിരോധിക്കാൻ ആവുന്നത്ര ശ്രമിച്ചു. പക്ഷെ പരാജയപ്പെട്ടുപോയി. അവൾ കലറിക്കൂവാൻ തോന്നി. ഭീതിയാൽ ശബ്ദത്തിന് പകരം വായു മാത്രം പുറത്തേക്ക് പ്രവഹിച്ചു. കണ്ണുകൾ നിസ്സംഗതയോടെ നിറഞ്ഞു തൂവി. രവീന്ദ്രൻ്റെ കൈവെള്ള അവളുടെ പുറം മേനിയിലൂടെ താഴേക്കരിച്ചിറങ്ങിയപ്പോൾ അവൾ രക്ഷയ്ക്കായി അയാളുടെ ചുമലിൽ അമർത്തി കടിച്ചു. അസഹ്യമായ വേദനയാൽ പുളഞ്ഞയാൾ കൈകൾ വേർപെടുത്തിയതിനടുത്ത നിമിഷം ദയ സർവ്വശക്തിയും എടുത്തയാളെ നിലത്തേക്ക് തള്ളി. രവീന്ദ്രൻ തറയിലേക്ക് മലർന്നടിച്ചു വീണപ്പോൾ ദയ ഒന്ന് കിതച്ചു. വീണിടത്ത് തന്നെ എഴുന്നേറ്റിരുന്ന് വന്യമായ ചിരിയോടെ അയാൾ ദയയെ നോക്കി ചുണ്ടു നുണഞ്ഞു. തൊലിലേശം കറുത്തതാന്നേ ഉള്ളൂ, ആരെയും ഭ്രമിപ്പിക്കും വിധം അഴകുള്ളവളാ നീ. സുഭദ്രയുടെ ശീലും വസുദേവൻ്റെ നിറവും. സത്യം പറയാലോ, നിന്റെ ശരീരത്തിനിപ്പോൾ പണ്ടത്തതിൽ രുചിയുണ്ട്. ദയ അറപ്പോടെ ഉമിനീര് വിഴുങ്ങി. അവൾക്ക് അയാളുടെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പണമെന്ന് തോന്നി. കാലുകൊണ്ട് അയാളുടെ നെഞ്ച് ചവിട്ടി മെതിക്കുവാൻ തോന്നി. പതിവ് പോലെ എല്ലാം വെറും തോന്നലുകളായി മാത്രം അവശേഷിച്ചു. ശബ്ദം കേട്ട് മുറിയിലേക്ക് ഓടിയെത്തിയ സാവിത്രി കാണുന്നത് തറയിൽ കൈകൾ ഊന്നിയിരിക്കുന്ന തൻ്റെ ഭർത്താവിനെയാണ്. സാവിത്രിയെ കണ്ടപ്പോൾ ദയയ്ക്കൊരൽപ്പം ആശ്വാസം തോന്നി. ഒപ്പം അതിൽ കവിഞ്ഞ സങ്കടവും ഹൃദയത്തിൽ മുളപൊട്ടി. ഇയാൾ അവളുടെ വാക്കുകളെ വകവയ്ക്കാതെ സാവിത്രി രവീന്ദ്രനെ നോക്കി. എന്തു പറ്റി രവിയേട്ടാ? ഒരു ഭാര്യയുടെ ആകുലത അവരുടെ ശബ്ദത്തിൽ പ്രതിധ്വനിച്ചു. രവീന്ദ്രൻ വേച്ച് എഴുന്നേറ്റ് നിന്ന് ദൈന്യതയോടെ അവരെ നോക്കി. അതവള് പെട്ടെന്നുള്ള ദേഷ്യത്തിന് സാരില്ല. അയാൾ ചൂണ്ടുവിരലാൽ കണ്ണുകളൊപ്പി. അസത്ത്! സാവിത്രി ക്രോധത്തോടെ മുറുമുറുത്തു. ദയയുടെ മിഴികൾ രവീന്ദ്രന് നേരെ കുറുകി. അന്നും ഇന്നും അയാൾ ഭാര്യയ്ക്കും മക്കൾക്കും ബന്ധുക്കൾക്കും മുന്നിൽ ഉത്തമനായൊരു വ്യക്തിയാണ്. നല്ലൊരച്ഛനായും ഭർത്താവായും മരുമകനായും അയാൾ തൻ്റെ മികച്ച അഭിനയം കാഴ്ചവെക്കുന്നു. പക്ഷെ തനിക്ക് മാത്രം അറിയാം അയാൾക്കുള്ളിലെ ചെകുത്താന്, വൈകൃതം നിറഞ്ഞ സ്വഭാവത്തെ. ദയയ്ക്ക് അയാളോട് അളവിൽ കവിഞ്ഞ പുച്ഛം തോന്നി. ചിന്തകളിലൂടെ അവൾ അയാളെ തന്നെ ഉറ്റുനോക്കി നിന്നു. ഇതിനിടയിൽ കരുത്താർന്നൊരു കൈത്തലം വലത്തെ കവിളിൽ ആഞ്ഞൊരു പ്രഹരമേൽപ്പിച്ചു. ദയയ്ക്ക് തൻ്റെ കവിൾത്തടം നീറിപ്പുകഞ്ഞു. കരങ്ങൾ സിദ്ധാർത്ഥിൻ്റേതായിരുന്നു. ദയ ഒന്നേ നോക്കിയുള്ളൂ. നിമിഷ നേരത്തിനുള്ളിൽ ഇരട്ടി ബലത്തിൽ അടുത്ത കവിളിലും അയാളുടെ കൈകൾ മാറി മാറി പതിഞ്ഞു. എൻ്റെ അച്ഛനെ തള്ളിയിടാൻ മാത്രം വളർന്നോ നീ? ആക്രോശത്തോടെ സിദ്ധാർത്ഥ് ദയയെ രവീന്ദ്രൻ്റെ കാൽക്കിലേക്ക് തള്ളിയിട്ടു. പറയടി, മാപ്പ് പറയടി എൻ്റെ അച്ഛനോട്. സ്വന്തം പിതാവിനോടുള്ള അതിരറ്റ സ്നേഹവും ബഹുമാനവും വിശ്വാസവും അവനിൽ നിറഞ്ഞു തുളുമ്പി. ഒപ്പം ദയയെ ചുട്ടുകൊല്ലാനുള്ള വിദ്വേഷവും. ദയ ഒരക്ഷരം പോലും മിണ്ടിയില്ല. തൻ്റെ കണ്ണുനീർ അയാളുടെ കാൽക്കൽ പതിയാതിരിക്കാനായി അവൾ മിഴികൾ ചിമ്മി തുറന്നു. അഹങ്കാരി! സിദ്ധാർത്ഥ് മുരണ്ടു. തൻ്റെ ഉറച്ച കാലുകൊണ്ടവൻ ദയയുടെ കാൽപാദം ചവിട്ടി ഞെരിച്ചു. അമ്മാ! വേദന കൊണ്ടവൾ അറിയാതെ തേങ്ങിക്കരഞ്ഞുപോയി. ഉച്ചത്തിൽ അലറിക്കരയാൻ മാത്രം കരുത്ത് ആ പെണ്ണുടലില്ലായിരുന്നു. ഗതികെട്ടവൾ തൻ്റെ നെറ്റി രവീന്ദ്രൻ്റെ കാൽപാദത്തിൽ മുട്ടിച്ചു. അവളുടെ ചുടുകണ്ണീർ അയാളുടെ പുറം കാലിന് മീതെ ഒലിച്ചിറങ്ങി. വിജയീഭാവത്തിൽ സിദ്ധാർത്ഥ് പുഞ്ചിരി തൂങ്ങി തൻ്റെ അച്ഛനെ നോക്കി. അവനിൽ ഒരു ഉത്തമ മകൻ്റെ അഭിമാനം. രവീന്ദ്രൻ ഉള്ളിൽ ആർത്ത് ചിരിച്ചുകൊണ്ട് അത്രയേറെ നിഷ്കളങ്കമായി തൻ്റെ മകനെ നോക്കി. അയാൾക്കുള്ളിലെ സാമർഥ്യം തിരിച്ചറിയാൻ മാത്രം കഴിവ് അയാളുടെ മകനുണ്ടായിരുന്നില്ല. അച്ഛൻ എന്തിനാ വിഷമിക്കണേ?
ഇവളിപ്പം നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ പിന്നെ എപ്പോഴാ? രവീന്ദ്രൻ അനുകമ്പ നടിച്ച് തൻ്റെ കാൽക്കീഴിൽ കിടന്നു തേങ്ങുന്ന ദയയെ നോക്കി. മോളെ. വാക്കുകളിൽ ആവോളം വാത്സല്യം കലർത്തി അയാൾ കുമ്പിട്ട് ദയയെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. അതിനിടയിൽ ആരും കാണാതെ അവളുടെ മാറിടത്തിലൊന്ന് സ്പർശിച്ചു. ദയ അയാളുടെ കൈകൾ ഊക്കോടെ തട്ടിയെറിഞ്ഞു. ഇനി എങ്ങാനും എൻ്റെ ഈ ശരീരത്തിൽ നിൻ്റെ പുഴുത്ത വിരലുകൾ കൊണ്ട് തൊട്ടാ വെട്ടിയറിയും നിന്നെ ഞാൻ, നായേ. ദയ അടിമുടി വിറച്ചു. അവൾ സ്വയം മറന്നിരുന്നു. കണ്ണുകളിൽ തളം കെട്ടിയിരുന്ന നീർച്ചാലുകൾ ഒറ്റ നിമിഷം കൊണ്ട് വറ്റി വരണ്ടവിടെ കോപം ജ്വലിച്ചു. ദയയിൽ നിന്നും ദുർഗയിലേക്കുള്ള പരിവർത്തനം. രവീന്ദ്രൻ ഭയപ്പെട്ടു. അവളുടെ വാക്കുകളിലെ മൂർച്ച അയാളെ കീഴ്പ്പെടുത്തി. കഴിഞ്ഞതെന്തെങ്കിലും അവൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞാൽ തൻ്റെ സ്ഥാനം, അന്തസ്സ്, കുടുംബം, മക്കൾ, സ്വപ്നം കണ്ട സമ്പാദ്യം എല്ലാം എല്ലാം നഷ്ടമാകും. അയാളിൽ പരിഭ്രമം പടരുന്നത് ദയയിൽ ഉന്മാദം നിറച്ചു. കണ്ണുകൾ തിളങ്ങി. മുടിക്കുത്തിൽ പിടിച്ചു വീണപ്പോൾ ദയ കണ്ണുകൾ ഇറുക്കെ അടച്ചു തുറന്നു. തൻ്റെ നാവിൽ നിന്ന് മുതിർന്നു വീണ വാക്കുകളെക്കുറിച്ച് അപ്പോഴാണ് അവൾ ബോധവതിയായത്. എവിടെയും അടിമകൾ തൻ്റെ യജമാനന് നേരെ ശബ്ദമുയർത്തരുതെന്നാണ് നിയമം. ഈ വീട്ടിലെ ജീവിതം തന്നെ പഠിപ്പിച്ചതും അതേ നിയമമാണ്. അത് ലംഘിച്ചാൽ ശിക്ഷ കഠിനമായിരിക്കും. ഒന്നുകിൽ പേപ്പട്ടിയെപ്പോലെ യജമാനൻ തല്ലിക്കൊല്ലും, ഇല്ലെങ്കിൽ അല്പം കനിവ് കാണിച്ചു എന്ന പേരിൽ നരകതുല്യമായ വേദന തന്ന് ജീവിക്കാൻ അനുവദിക്കും. 15 വർഷങ്ങൾക്ക് മുൻപ് രവീന്ദ്രൻ തന്നോട് കാണിച്ചതും അത്തരമൊരു കനിവ് മാത്രം. മനസ്സിൽ ദയ തൻ്റെ മരണം കണക്ക് കൂട്ടി. ഉള്ളം ആഹ്ലാദത്താൽ തുടികൊട്ടി. പുഴുത്തു ജീവിക്കുന്നതിലും നല്ലത് മരണമല്ലേ? അതെ. അവൾ സമാധാനത്തോടെ കണ്ണുകൾ ഇറുക്കെ അടച്ചു തുറന്നു. സിദ്ധാർത്ഥ ദയയുടെ മുടിക്കുത്തിൽ പിടിച്ച് നെറ്റി വെള്ള തേച്ച ചുമരിലേക്ക് അമർത്തിയിടിച്ചു. ദയയ്ക്കുള്ളിൽ സന്തോഷം അല തല്ലി. മുന്നിൽ മരണമെന്ന സ്വർഗതുല്യമായ കയം. വേദനകളില്ലാതെ, അപമാനമില്ലാതെ, സംഘർഷങ്ങളില്ലാതെ അതിനാഴങ്ങളിലേക്ക് ഊളിയിട്ട് നീന്തി തുടിക്കാൻ അവളുടെ ഹൃദയം വെമ്പി. ഭൂമിയിൽ ജീവിതം അടുക്കുമ്പോൾ മനുഷ്യൻ മരണത്തിൽ അഭയം തേടുന്നു. ദയയുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ പോലും അടർന്നു വീഴാത്തത് സിദ്ധാർത്ഥിൽ വീണ്ടും വാശിയും ദേഷ്യവും നിറച്ചു. ഒരിക്കൽ കൂടി സിദ്ധാർത്ഥ് ദയയുടെ നെറ്റി ശക്തമായി ചുമരിലേക്കിടിച്ചു. മുമ്പ് പറ്റിയ ഉണങ്ങാത്ത മുറിവിൽ നിന്നും ചോര ചിന്തി. വെള്ള നിറം പൂശിയ ചുമരിൽ രക്തം പടർന്നു. എന്നിട്ടും ദയൊന്ന് തേങ്ങിയതുപോലുമില്ല. കരഞ്ഞാൽ ഒരുപക്ഷെ കരുണ തോന്നി അവർ വീണ്ടും തന്നെ ജീവിക്കാൻ അനുവദിച്ചാലോ? എന്തായാലും സ്വയം ഹത്യ ചെയ്യാനുള്ള മനോധൈര്യം തനിക്കില്ല. എങ്ങനെയെങ്കിലും ഈ ജന്മം ഒന്ന് അവസാനിക്കട്ടെ. സിദ്ധു! പ്രഭാകരവർമ്മയുടെ ശബ്ദം ഉയർന്ന നേരം സിദ്ധു പിന്തിരിഞ്ഞു. ഒപ്പം ദയയിലുള്ള അവൻ്റെ കൈകളും അയഞ്ഞു. അവൾ തളർച്ചയോടെ ചുമരിലോടൂർന്ന് നിലത്തേക്ക് വീണു. സ്വപ്നം കണ്ട മരണം തെന്നിമാറിയ വേദനയിൽ കണ്ണുകൾ പെയ്തു. നെറ്റിയിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന ചോരത്തുള്ളികൾ വലത് കൺപീലികളിൽ തങ്ങി നിന്ന് മിഴിനീർ തുള്ളികളുമായി കൂടിക്കലർന്ന് കാഴ്ചയെ മറച്ചു. പ്രഭാകരവർമ്മ ദയയെ ഒന്ന് നോക്കി സിദ്ധാർത്ഥുമായി കയർത്തു. ഇടയിൽ മകനെ ന്യായീകരിച്ച് സാവിത്രിയുടെ ശബ്ദവും പൊന്തി. ദയ അതിൽ ശ്രദ്ധ ചെലുത്താതെ തൻ്റെ ജീവിതത്തെക്കുറിച്ചോർത്ത് വിലപിച്ചുകൊണ്ടിരുന്നു. മരണത്തിൽ പോലും അഭയം പ്രാപിക്കാൻ വിധി അനുവദിക്കുന്നില്ല. ശാപം പിടിച്ച ജീവിതം തന്നെ. കണ്ണുകളാണ് പൊട്ടിയൊഴുകി. ഒപ്പം മുറിവിൽ നിന്ന് രക്തവും. തമ്മിലുള്ള വാക്കുപോരവസാനിപ്പിച്ചപ്പോൾ മുത്തശ്ശൻ ദയക്കരികിൽ വന്നു നിന്നു. ദയ മുടന്തി എഴുന്നേൽക്കാൻ ശ്രമിച്ചു. കാൽപാദം തറയിൽ പതിഞ്ഞപ്പോൾ അവൾക്ക് ശരീരത്തിൽ നിന്നും ജീവൻ പറിച്ചെടുക്കുന്ന പോൽ അസഹനീയമായ വേദന അനുഭവപ്പെട്ടു. അവൾ ഇരുന്നിടത്ത് തന്നെ വീണ്ടും അമർന്നുപോയി. എഴുന്നേൽക്ക് കുട്ടിയെ. മുത്തശ്ശൻ പൊയ്ക്കോളൂ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എഴുന്നേറ്റോളാം. ആ വൃദ്ധൻ ദയയെ നോക്കി കണ്ണു തുടച്ചിട്ട് പുറത്തേക്കിറങ്ങി. അവൾ അയാൾക്ക് പിന്നാലെ തിടുക്കപ്പെട്ട് തറയിലൂടെ ഇഴഞ്ഞു നീങ്ങി വാതിലിനരികിലെത്തി. ശേഷം തുറന്നു കിടന്ന വാതിൽ പൊളികൾ അമർത്തി അടച്ചു. പതിയെ അതിൽ താങ്ങിപ്പിടിച്ച് വേച്ച് എഴുന്നേറ്റ് എങ്ങനെയൊക്കെയോ ഓടാമ്പലുമിട്ട് വാതിലിലൂടൂർന്ന് വെറും നിലത്ത് ചുരുണ്ടുകൂടി കിടന്നു. പൂർണ്ണമായി മയക്കത്തിലേക്ക് വഴുതി വീഴും മുമ്പേ ഒരിക്കൽ കൂടി അവൾ വാതിൽ പൊളികളിലേക്ക് മിഴികൾ നീട്ടി. അവ കുറ്റിയിട്ടിട്ടുണ്ടെന്ന് ഉറപ്പിച്ചു. ഇനിയും ഒരു വേട്ടമൃഗമാകാതിരിക്കാനുള്ള കരുതൽ, അത്രമാത്രം. തളം കെട്ടിയ ഇരുട്ടിൽ കണ്ണുകളിലേക്ക് പതിച്ച വെള്ള വെളിച്ചമാണ് ദയയെ നിദ്രയിൽ നിന്നും ഉണർത്തിയത്. പുളിപ്പോടെ കണ്ണുകൾ ചിമ്മി തുറന്നവൾ ജനലഴികളിലൂടെ പുറത്തേക്ക് നോക്കി.
ജാലകത്തിനരികിൽ ടോർച്ചുമായി ക്രൗര്യമാർന്ന ചിരിയോടെ രവീന്ദ്രൻ നിൽക്കുന്നു.